അപ്പോൾ ഈ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നടക്കും. മന്ത്രി വി അബ്ദുൽ ഗഫൂറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ രാവിലെ 10 മണിക്കാണ് പരിപാടി. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അനധികൃത വ്യാപനവും തടയുക, ആരോഗ്യകരമായ ഒരു സമൂഹം വളർത്തിയെടുക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജോയ്മോനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ജോയ്മോൻ, ഗുഡ് മോർണിംഗ്. വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു ദിനാചരണത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. പരിപാടികളുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? സേതു, ഗുഡ് മോർണിംഗ് സേതു. സേതു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ സംസ്ഥാനത്തിലും അതുപോലെ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ തന്നെയായാലും ഈ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലാണ് നടക്കുന്നത്. കൊച്ചി തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ഫിഷറീസ് മന്ത്രിയായ വി അബ്ദുൽ ഗഫൂർ ആയിരിക്കും ഉദ്ഘാടകനായി എത്തുക. എന്തായാലും പരിപാടിക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ കോളേജിൽ തകൃതിയായി നടക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് തന്നെ കൃത്യം പരിപാടി തുടങ്ങും. പ്രധാനമായും ലഹരിയുടെ വ്യാപനം തടയുക, അതുപോലെ തന്നെ ലഹരിയിൽ നിന്ന് നാടിനെ മുക്തമാക്കുക, സമൂഹത്തെ ലഹരി വിമുക്ത സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലഹരി വിരുദ്ധ ദിനാചരണം ആചരിക്കുന്നത്. ഏകദേശം 37 വർഷമായിട്ട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ആചരിച്ചു വരുന്നു. ഇത് 37ാമത്തെ ലഹരി വിരുദ്ധ ദിനമാണ്. എന്തായാലും 1989 തുടങ്ങിയതാണ്. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടാം എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ ദിനാചരണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളവുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ അടക്കം സംസ്ഥാനത്ത് ഊർജിതമായി പ്രവർത്തിക്കുന്നത് ലഹരിയെ തുടച്ചു നീക്കുക എന്നാണ്. നമുക്കറിയാം, മാരകമായ ലഹരി, മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ യുവാക്കളെയും കുട്ടികളെയും അടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടുക, അല്ലെങ്കിൽ ഇവരെ മോചിതരാക്കുക, പുതിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു സന്ദേശം പങ്കുവയ്ക്കുന്ന ദിവസമാണിത്. എന്തായാലും വിപുലമായ പരിപാടികളാണ് സംസ്ഥാനമുടനീളം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് വിവിധ സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പ്, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ ഏകോപിപ്പിച്ചുകൊണ്ട് വിപുലമായ പരിപാടികൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളുമുണ്ട്. അതായത് ഇന്ന് ഭാരത് മാതാ കോളേജിൽ തന്നെയായാലും കുട്ടികളുടെ വിവിധ, അതായത് ലഹരി വിരുദ്ധ തീമുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ കോളേജുകളും അതുപോലെ തന്നെ സ്കൂളുകളും കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. എന്തായാലും വലിയൊരു ദിനാചരണമാണിത്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ഏകദേശം 50,000 കോടിയോളം രൂപയുടെ ലഹരി വ്യാപനമാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ പ്രതിവർഷം നടക്കുന്നത്. അപ്പോൾ അത് തടയുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് മാറി വരുന്ന സർക്കാരുകൾ പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേഗം അല്ലെങ്കിൽ ഈ ലഹരിയെ തുടച്ചു നീക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് എല്ലാവരും, അതായത് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ UDF സർക്കാർ തന്നെയായാലും പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ കർശനമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ബോധവൽക്കരണ പരിപാടികളും സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ആയാലും രാവിലെ 10 മണിക്കായിരിക്കും ഭാരത് മാതാ കോളേജിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ പരിപാടി ആരംഭിക്കുക. അതിനുശേഷമായിട്ടെല്ലാം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വാരാചരണവും ഉണ്ടായിരിക്കും. അത് ഈ വാരാചരണത്തിൽ തന്നെയായാലും വിവിധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാനാണ് എക്സൈസ് വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒക്കെ തീരുമാനം. എന്തായാലും നമുക്കറിയാം, വലിയൊരു വിപത്ത് തന്നെയാണ്. അപ്പോൾ അതിനെ തുടച്ചു നീക്കാൻ സമൂഹം ഒന്നായി, അല്ലെങ്കിൽ കേരളം ഒന്നായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന സന്ദേശം കൂടിയാണ് ഇന്നത്തെ ദിവസത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. സേതു. ഓക്കെ, ശരി ജോയ്മോൻ, ശരി. ലഹരി വിരുദ്ധ ദിനാചരണത്തിനുള്ള ചടങ്ങുകൾക്കൊക്കെ അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മുടെ ജോയ്മോൻ പറഞ്ഞത്.